ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു റിയൽ അനുഭവമാണ്. വീട്ടിലെ ജോലികളും അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി എങ്ങനെയാണ് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും എങ്ങനെയാണ് എൻ്റെ മാർക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്തതും ഒക്കെ എന്നാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ PSC എക്സാം എഴുതുന്നത് കൊണ്ട് ഞാനും അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ഈ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പഠനവും അതിൻ്റെ കോമ്പറ്റീഷൻ ലെവലും ഇതിങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാനൊരു വീട്ടിനകത്തിരുന്ന് കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, ഒരു വീട്ടിനകത്തിരുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് ഏതൊക്കെയാണോ അതൊക്കെ ഞാൻ വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എക്സാം എഴുതാൻ പോകുന്നു. എല്ലാവർക്കും മാരേജ് കഴിയുമ്പോഴത്തേനും നമ്മൾ പഠിത്തത്തിൽ നിന്നൊക്കെ കുറച്ച് മാറിയിരിക്കും. നമ്മളിപ്പോൾ ആ സമയത്ത് വേറൊരു ലോകത്താണ്. എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യുക, എവിടെയെങ്കിലും ടൂറൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ഒരു അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 മാസത്തോളമൊക്കെ ഞാൻ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിട്ടു നിന്നു. അതിനുശേഷം പിന്നെ വീണ്ടും പതിയെ സ്റ്റാർട്ട് ചെയ്താലും പഴയതുപോലെ തന്നെയാണ്. പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. പഴയത് പഠിക്കാൻ ആഗ്രഹമുള്ളത് ഇഷ്ടമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നു. ഒരു സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനമൊന്നും ആയിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊറോണ ടൈമൊക്കെ വന്ന് കുറേ കടങ്ങളും ഇതൊക്കെ ആയപ്പോഴാണ് ശരിക്കും ഒരു റിയൽ ലൈഫിൽ നമുക്കൊരു ജോലിയുടെ ആവശ്യകത എന്തെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ആ ഒരു കൊറോണയ്ക്ക് ശേഷമാണ്. LDCക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പ്രഗ്നൻ്റ് ആയിരുന്ന സമയമായിരുന്നു. ഒരുപാട് ടൈം ഇതിനു വേണ്ടി കളഞ്ഞു. ഒട്ടും വയ്യാത്ത സാഹചര്യത്തിൽ പോലും ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് പ്രിലിമിനറി എക്സാമിന് പാസ്സാവാൻ പറ്റി. നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ മെയിൻ എക്സാമിന് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അന്നായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ഇതൊക്കെ വന്നത്. അപ്പം നമ്മൾ സാധാരണ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് പെട്ടെന്ന് എക്സാം മാറിയപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് എടുക്കാനും ആ ടൈം മാനേജ്മെൻറ്റൊക്കെ മൊത്തത്തിൽ തെറ്റി, കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോയി. അപ്പോൾ എന്തായാലും അത് പോയപ്പോൾ ഭയങ്കര ഒരു നിരാശയായിരുന്നു. ആ ഒരു എക്സാമിന് ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഭയങ്കര ഒരു നിരാശയുണ്ടായിരുന്നു. പിന്നെ പല എക്സാമുകളൊക്കെ വന്നു. പക്ഷേ അതിലൊക്കെ ആ LDCക്ക് പ്രിപ്പയർ ചെയ്ത ആ ഒരു ഡെഡിക്കേഷനൊന്നും ഞാൻ പിന്നെ കൊടുത്തില്ല. കാരണം അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു നിരാശ ഒരുപാട് നാൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പിന്നെ 2 കുഞ്ഞു മക്കളെ വെച്ചിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇളയ കുഞ്ഞിനെ നന്നായിട്ട് നോക്കേണ്ടി വരും. മൂത്ത കുഞ്ഞ് അതിനെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ വീട്ടിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ മറ്റാരും ഇല്ല. വീട്ടിലെ ജോലി ചെയ്യണം, കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യണം, ക്ലീനിങ് പരിപാടികളുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സംഭവമാണ്. അപ്പം നമുക്ക് പഠിക്കുന്നത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ രാത്രി ഉറക്കം ശരിയായിട്ട് കിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. 2 പേരെ നോക്കുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, മറ്റൊരാൾ സഹായത്തിനില്ലെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുക്കാൻ എനിക്ക് പറ്റി. നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വരാത്തിടത്തോളം നമ്മുടെ മാർക്കുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും മാർക്ക് വാങ്ങി എത്ര പേരുണ്ട് നമുക്ക് നോക്കാൻ കഴിയണമെങ്കിൽ നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു ബോധം ഉണ്ടാവുള്ളൂ. ഞാനൊരു ഓൺലൈൻ കോച്ചിങ്ങിന് പോയപ്പോൾ അവർ എക്സാം നടത്തിയിട്ട് ഇങ്ങനെ റാങ്ക് ലിസ്റ്റായിട്ട് ഇടുമായിരുന്നു. അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് എൻ്റെ അതേ മാർക്കുള്ള എത്ര പേരാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോഴാണ്. ശരിക്കും വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. വീട്ടിലെ ക്ലീനിങ് ആയാലും വാഷിംഗ് ആയാലും അതുപോലെ കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നതും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ മാത്രമാണ് ചെയ്യുന്നത്. വേറെ ആരും സഹായം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ട്, അവർ ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര നമുക്കൊരു ഡിപ്രഷനാണ്. മോൻ വന്നതിന് ശേഷം എനിക്ക് പഠിക്കുന്നതിനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. മിണ്ടാതെ കിടക്കുമായിരുന്നു. നമ്മൾ വയറു നിറയെ ഫുഡ് മാത്രം കൊടുത്താൽ വേറെ ഒന്നും വേണ്ടായിരുന്നു. ഒരു ശല്യം ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു. ആ സമയത്താണ് ഞാൻ LDC പ്രിലിമിനറി ഒക്കെ പാസ്സായി. പക്ഷേ എനിക്ക് മെയിൻസ് കിട്ടിയില്ല. അതെന്തോ ക്വസ്റ്റ്യൻസ് മാറിയത്, എന്തോ എൻ്റെ പ്രിപ്പറേഷൻ്റെ കുറവുകൊണ്ട് തന്നെയാണ്. പക്ഷേ മോളുടെ സമയത്ത് 2ാമത്തെ LDC ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമുള്ളൊരു കുട്ടിയായിരുന്നു. ഭയങ്കര വാശിയും കരച്ചിലും, ഫുഡൊന്നും കഴിക്കില്ല, ഭയങ്കര നിർബന്ധമുള്ള കുട്ടിയായിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. ആ സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ അവരിപ്പോൾ രാവിലെ ഇവർക്ക് സ്ഥിരമായിട്ടൊരു ടൈം വയ്ക്കുക ഉറങ്ങാൻ വേണ്ടിയിട്ട്. കൊച്ചു മക്കളൊക്കെ ആണെങ്കിൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 3 വയസ്സിന് ശേഷം നമ്മൾ ഇവരെ ഡേ കെയറിലോ അംഗൻവാടിയിലോ ഒക്കെ നമ്മൾ അയക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് വരെ നമുക്ക് ഭയങ്കര വെല്ലുവിളിയാണ്. അപ്പോൾ ഈ 2 കുട്ടികളെ ഒരേ ടൈമിൽ ഉറക്കാൻ ശ്രമിക്കുക. 2 കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഇവർ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു 10-11 മണിക്കകത്ത്, ഒരു 10 മണിക്ക് ഞാൻ എൻ്റെ 2 മക്കളെയും 10 മണിയാകുമ്പോൾ കുളിച്ച് തലയിലൊക്കെ നിറയെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് തലയിൽ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് അവരെ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ഉറങ്ങും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ തൊട്ടിലിൽ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ ഈ തുണി തൊട്ടിലിൽ മറ്റേ അല്ല നമ്മൾ ഊഞ്ഞാൽ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിലെല്ലാം
നമ്മുടെ ഈ തുണി തൊട്ടിലിൽ കിടത്തി ഉറക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. അത് എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവരെ നന്നായിട്ട് വയറ് നന്നായിട്ട് നിറച്ച് പാൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് വയറ് നന്നായിട്ട് നിറച്ചതിന് ശേഷം ഇവരെ തൊട്ടിൽ കിടത്തി ഉറക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 3-4 മണിക്കൂർ ഒന്നും പേടിക്കേണ്ട, അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുക, പിന്നെ നന്നായിട്ട് വയറ് നിറച്ച് ഫുഡ് കൊടുക്കുക, എന്നിട്ട് ഈ തുണി തൊട്ടിൽ കിടത്തി ഉറക്കുക കേട്ടോ. അപ്പോൾ 2 മക്കളെ ഒരേ സമയത്ത് ഉറക്കാൻ ശ്രമിക്കുക, 2 മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ. പക്ഷേ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയും ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളിപ്പം എന്തെങ്കിലും കിച്ചണിൽ അധികം ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി നനയ്ക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യ പണികളുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മൈൻഡേ ചെയ്യരുത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഒരു പാത്രം കഴുകിയിട്ട് വന്നിട്ട് പഠിക്കാം. അപ്പോൾ ആ പാത്രം കഴുകാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും. ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരില്ല, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഒരു എനർജി പിന്നെ ഉണ്ടാവില്ല. വരുമ്പോൾ നമ്മൾ പാത്രം കഴുകിയിട്ട് വരുമ്പോഴത്തേനും പകുതി പഠിച്ച് എത്തുമ്പോഴത്തേനും കുട്ടികൾ ചിലപ്പോൾ ഉണർന്നു പോകും. അപ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സിനും ഭയങ്കര ഒരു പ്രയാസമാണ്. അതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് കുട്ടികൾ ഉറങ്ങുന്ന ടൈമിൽ പഠിക്കുക. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, എന്തായാലും നമുക്ക് രാവിലെ എണീറ്റേ പറ്റുള്ളൂ. രാവിലെ എണീറ്റ് ജോലികൾ മാക്സിമം എന്നല്ല ഫുൾ ജോലികൾ നമ്മൾ ഒരു 9 മണിക്ക് മുമ്പ് തീർക്കുക എന്നുള്ളതാണ്. അതായത് വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ പണികളെല്ലാം തീർക്കുക. 5 മണിക്ക് എണീറ്റ് വീട്ടിലെ ജോലി കംപ്ലീറ്റ് ആക്കുക. അതിനോടൊപ്പം നിങ്ങൾ പഠിച്ച് റിവിഷൻ ചെയ്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റിവിഷൻ നമുക്ക് നന്നായിട്ട് എഫക്റ്റീവാണ് ആ ഒരു മെത്തേഡ്. പ്രത്യേകിച്ച് രാവിലെയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലത് ഉറച്ചിരിക്കും. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തൊരു ടോപ്പിക്ക് കോൺസെൻട്രേഷനോടുകൂടി നമുക്ക് പഠിക്കാൻ കഴിയും. അതിനുശേഷം രാത്രി നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം വീണ്ടും പഠിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ രാത്രിയൊക്കെ തൊട്ടിലിൽ കിടത്താൻ ശ്രമിക്കുക. കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെഡിൽ കിടത്തുമ്പോൾ കുഞ്ഞ് ഇടയ്ക്ക് ഉണരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് അതിൽ ഒരു ഷോൾ കെട്ടി ഞാനിരിക്കുന്ന കസേരയിൽ കെട്ടി വെച്ചിട്ട് ഞാൻ ആ കസേര ഇരുന്നാൽ പഠിക്കാറ് ദൂരെ മാറിയിട്ട്. അപ്പോൾ കുഞ്ഞ് അഥവാ എന്തെങ്കിലും അനക്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഷോളിൽ പിടിച്ചിങ്ങനെ ആട്ടി ഇരുന്ന് പഠിക്കുക. അപ്പോൾ അത് അപ്പോഴേ തന്നെ ഉറങ്ങിക്കൊള്ളൂ. അതേസമയം നമ്മൾ ബെഡിലാണ് കുഞ്ഞിനെ കിടത്തുന്നതെങ്കിൽ അത് ഉണർന്ന് വരുമ്പോൾ നമ്മൾ വാവാവോ പറഞ്ഞ് പോയി തട്ടിയാലൊന്നും കുഞ്ഞ് ഉറങ്ങൂല, അതിൻ്റെ ഡിസ്റ്റർബൻസ് ആവും. പിന്നെ നമ്മൾ പോയി ഫീഡ് ചെയ്ത് അതിനെ ഉറക്കി നമുക്ക് ഉറക്കം വരും. പിന്നെ നമുക്ക് എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ എണീക്കാൻ തോന്നൂല, പഠിക്കാനുള്ള ആ ഒരു മൂടങ്ങ് പോവും, കിടന്ന് ഉറങ്ങാനുള്ള ആ ഒരു രീതി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോയി കിടക്കുന്ന രീതി ഒരിക്കലും ചെയ്യരുത്. കുഞ്ഞിൻ്റെ അടുത്തൊരു ടൈം ടേബിൾ തന്നെ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ആദ്യം, അതിനുശേഷം നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വൃത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം കറക്റ്റ് ഒരു ടൈം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കറക്റ്റ് ആ സമയമാകുമ്പോൾ അവർ ഉറങ്ങും. അപ്പോൾ നമ്മുടെ പഠിത്തവും അതുപോലെ ഒരു കറക്റ്റ് ടൈം ടേബിളിൽ പോകും. നമ്മൾ കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിൽ ഈ കറണ്ട് അഫെയർ ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഉണർന്നിരുന്നാൽ പോലും നമുക്കത് അവരെ കരയാണെങ്കിൽ അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുഞ്ഞിനെ കൈ വെച്ചിട്ട് നമുക്ക് കറണ്ട് അഫെയർ വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ നമുക്ക് അവരെ ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് അഫെയർ ഒക്കെ വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. വെജിറ്റബിൾസൊക്കെ അരിയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം തലേന്നൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുക. നമുക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അത് കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാത്ത സബ്ജക്റ്റ്, അതായത് കൂടുതൽ ടൈം വേണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള അങ്ങനത്തുള്ള സബ്ജക്റ്റ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയം കിട്ടും, മാർക്ക് കൂടും, ഉറപ്പാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.